ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടന്റെ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണല്ലോ 3D സിനിമ കൂടിയ ബറോസ്. ഇപ്പോഴത്തെ സിനിമ ടെലിവിഷൻ പ്രീമിയറിനായിട്ട് ഒരുങ്ങുകയാണ്. മോളിവുഡിലെ മറ്റ് ചില പ്രമുഖ നടന്മാരുടെ സിനിമകളെല്ലാം തന്നെ സാറ്റലൈറ്റ് അവകാശം വിറ്റുപോകാതെ കെട്ടിക്കിടക്കുമ്പോൾ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ തിയേറ്ററുകളെ നിരാശപ്പെടുത്തിയ ലാലേട്ടൻ സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം ഏഷ്യാനെറ്റ് വൻ തുകയ്ക്ക് തന്നെ നേരത്തെ സ്വന്തമാക്കിയെന്ന് പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ അതേ ഏഷ്യാനെറ്റിൽ സിനിമ ടെലിവിഷൻ പ്രീമിയറിനായിട്ട് ഒരുങ്ങുകയാണ്. ഏപ്രിൽ മാസം ഈസ്റ്റർ എല്ലാം തന്നെ ായിരിക്കും സിനിമയുടെ ടെലിവിഷൻ പ്രീമിയർ എന്ന് മനസ്സിലാക്കുന്നു. ഉടനെ സിനിമയുടെ പ്രൊമോ വീഡിയോസ് പുറത്തു വന്നു തുടങ്ങുന്നതാണ്. ബറോസിന്റെ TRP ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ. ഇന്ന് വൈകിട്ട് സൂക്ഷ്മദർശിനി ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്നല്ലോ. ഇനി ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യാനായിട്ടൊരുങ്ങുന്ന അടുത്ത വമ്പൻ സിനിമ അമരൻ എന്ന തമിഴ് സിനിമയാണ്. ചിത്രത്തിന്റെ മലയാളം ഡബ് വെർഷൻ വരുന്ന ഞായറാഴ്ച മാർച്ച് 9 ശിവകാർത്തികേയൻ സിനിമയുടെ ടെലിവിഷൻ പ്രീമിയർ ഏഷ്യാനെറ്റിൽ നടക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ആന്റണി വർഗീസിന്റെ അടുത്ത സിനിമയുടെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. മാർക്കോയുടെ നിർമ്മാതാവിന്റെ രണ്ടാമത്തെ സിനിമയ്ക്ക് കാട്ടാളൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് സിനിമയുടെ ടൈറ്റിൽ ലുക്ക് പോസ്റ്റർ. ഒരു വമ്പൻ ആക്ഷൻ സിനിമ, വയലൻസ് നിറഞ്ഞ സിനിമ തന്നെയാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. മോളിവുഡിൽ നിന്നും ബേസൽ ജോസഫ് നായകനെത്തുന്ന അടുത്ത വമ്പൻ എന്റർടൈനർ സിനിമയാണല്ലോ മരണമാസ്. സിനിമയുടെ ഏറ്റവും പുതിയ പോസ്റ്റർ ഇന്ന് റിലീസ് ആയിരിക്കുകയാണ്. വിഷു റിലീസായിട്ട് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഒരിക്കൽ കൂടി കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. ടൊവിനോയാണ് സിനിമയുടെ നിർമ്മാതാവ്. ബേസൽ ജോസഫിനോടൊപ്പം തന്നെ സമീപകാലത്ത് നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ വലിയ ജനപ്രിയത നേടിയെടുത്ത നടനാണ് നെസ്ലൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമ ആലപ്പുഴ ജിംഖാന എന്ന സിനിമ കൂടി വിഷു റിലീസ് നേരത്തെ കൺഫേം ആക്കപ്പെട്ടിരുന്നല്ലോ. ഇപ്പോഴത്തെ ഒരിക്കൽ കൂടി അത് റീകൺഫേം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മരണമാസ് ഒപ്പം തന്നെ ജിംഖാന ക്ലാഷ് റിലീസിനായിട്ട് കാത്തിരിക്കാം. ആസിഫിന്റെ നിലവിൽ ഷൂട്ട് നടക്കുന്ന ചിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ മിറാഷ്. സിനിമയുടെ ഷൂട്ടിംഗ് നിലവിൽ തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ ഷൂട്ട് ഈ വരുന്ന മാർച്ച് 15 പൂർത്തീകരിക്കും എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ വർഷം ജൂലൈ അതല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. ഷൂട്ടിംഗ് ആരംഭിക്കപ്പെട്ട പ്രശാന്ത് നീലിന്റെ ജൂനിയർ NTR സിനിമയാണല്ലോ ഇനിയും പേരിട്ടിട്ടില്ലാത്ത NTR നീൽ. സിനിമയിൽ നമ്മുടെ മലയാളത്തിൽ നിന്നും ടൊവിനോ തോമസ് കൂടി അഭിനയിക്കുന്നുണ്ടല്ലോ. ഈ ആഴ്ച ടൊവിനോ സിനിമയുടെ സെറ്റിലേക്ക് ജോയിൻ ചെയ്തേക്കുമെന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതേസമയം ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം പൂജ നടന്ന സിനിമയാണല്ലോ പള്ളിച്ചട്ടമ്പി. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ടൊവിനോ നായകനെത്തുന്ന സിനിമയുടെ ഷൂട്ടിലേക്ക് ടൊവിനോ ജോയിൻ ചെയ്യുക ഈ വർഷം പകുതിയോടെ ജൂൺ മാസത്തോടെ ആയിരിക്കും എന്നൊരു റിപ്പോർട്ടാണ് അവസാനമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമ വാർത്തകൾക്ക്.